അപ്പോൾ പ്രിയപ്പെട്ട പൂരം നക്ഷത്രക്കാരെ, 2025 വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ജ്യോതിഷ പ്രവചനമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. 2024 വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. തൊട്ട് മുന്നിലുള്ള വർഷങ്ങളിൽ ഇതേപോലെ പ്രവചനങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നുള്ള അഭിപ്രായം മാനിച്ച് തന്നെയാണ് ഈ വർഷം ഇത്തരം ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു നക്ഷത്രം എന്ന് പറയുമ്പോൾ അതിൽ ഇങ്ങനെ താഴേക്കിടയിലുള്ള ആൾക്കാർ മുതൽ അങ്ങ് ടോപ്പിലുള്ള ആൾക്കാർ, വലിയ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ടാവും. അവർക്കെല്ലാം ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു പൊതുവായിട്ടൊരു നക്ഷത്രഫലം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ വരുന്നത് എന്ന് ചോദിക്കാറുണ്ട് പലരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കട്ടെ, ഏത് സാഹചര്യത്തിലുള്ള ആളായാലും ശരി, അവരെ പൊതുവായി ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങളാണ് ജ്യോതിഷപരമായിട്ട് ഒരു വർഷഫലത്തിലേക്ക് വേണ്ടി നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വലായിട്ട് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു ജ്യോതിഷനെ സമീപിച്ച് അത് നിങ്ങളുടെ ജാതക പരിശോധന, രാശി പരിശോധനയൊക്കെ നടത്തിയെടുക്കണം. ഇത് പൊതുവായിട്ട് നമുക്ക് ഈ വർഷക്കാലയളവ് നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്രൻ മഠം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളുടെ പിറന്നാളിന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട്. ആ ലിങ്കിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ മതിയാകും. മാത്രമല്ല, ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതാണ്. മാത്രമല്ല, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചുകൂടി പ്രയോജനം കിട്ടുന്ന ചില കാര്യങ്ങൾ കൂടി പറയാം. ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ നക്ഷത്രം, നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിന്ന് നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതും പ്രയോജനപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഈ ലൈക്ക് കാണുമ്പോൾ പിന്നീടൊരു കാലത്ത് നിങ്ങൾ ഈ വീഡിയോ കണ്ടാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റും. മാത്രമല്ല, ഈ ലൈക്ക് ചെയ്യുന്നത് നമ്മൾ ഇതേപോലെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ നൽകുന്ന സ്നേഹമായിട്ട് നമുക്കതിനെ എടുക്കാനും പറ്റും. നമുക്കൊരു ആത്മതൃപ്തി കിട്ടും. മാത്രമല്ല, ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന മറ്റ് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ട് ലഭിക്കാനും ഇത് കാരണമാകും. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2025 വർഷം കുറച്ചുകൂടി ഭാഗ്യത്തിൻ്റെ സ്ഥാനം വർദ്ധിച്ചിരിക്കുന്നതാണ്. ചിലപ്പോൾ നമുക്കിതൊരു ഗുണദോഷ സമ്മിശ്രമായിട്ടൊക്കെ അനുഭവം തോന്നിയേക്കാം. എങ്കിലും ഗുണാനുഭവങ്ങളിൽ കുറച്ച് കൂട്ടം വർധനവ് കാണുന്നുണ്ട്. എങ്കിലും പൊതുവിൽ നമ്മൾ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം. ഒരു 40 വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണ് ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങളുടെ രക്തമൊക്കെ ഒന്ന് പരിശോധിച്ച് ആരോഗ്യ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്, ചെറിയ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മരുന്ന് കഴിച്ചിട്ട് അത് ഭേദപ്പെടുത്താൻ പറ്റുന്ന ഒരു കാലയളവ് കൂടിയാണ്. പിന്നെ തിരികെ കിട്ടുകയില്ല എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ 1-2 വർഷം മുമ്പ് നമ്മൾ അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നൊക്കെ കരുതിയിരുന്ന കാര്യമാണ്. പക്ഷേ അത് നമുക്കിനി തിരികെ കിട്ടാൻ കുറച്ച് സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു ഭാഗ്യവും നമുക്ക് വന്നു ചേരുന്നുണ്ട്. കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ, പ്രധാനമായിട്ട് സന്താന ഭാഗ്യം, വിവാഹം കഴിക്കാത്തവർക്കാണെങ്കിൽ വിവാഹത്തിനുള്ള യോഗം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആഗ്രഹിച്ച ചില സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ആഗ്രഹിച്ച സ്ഥലം എന്ന് പറയുമ്പോൾ ചിലർക്ക് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട യാത്രകളായിരിക്കും താല്പര്യമായിരിക്കുന്നത്. ചിലർക്ക് ചില പ്രത്യേക ടൂറിസ്റ്റ് പ്ലേസുകളായിരിക്കും ഇഷ്ടം. എന്തായാലും രണ്ടായാലും ശരി, അങ്ങനെയുള്ള പ്ലേസുകളിലൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സമൂഹത്തിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ചില വ്യക്തികളുമായിട്ട് പരിചയപ്പെടാൻ പറ്റും. അവർ മുഖേന നമുക്ക് ചില ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും സാധിക്കുന്നതാണ്. കല, സാഹിത്യം, സംഗീതം മുതലായ മേഖലയിൽ വിരാജിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതുമാണ്. തൊഴിലിൽ അകാരണമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായി വരും. നമ്മുടെ മേലുദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ചില സഹപ്രവർത്തകർക്കോ നമ്മളുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടേണ്ടുന്ന അവസ്ഥയുണ്ടായി വന്നേക്കാം. കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി ആത്മാർത്ഥപരമായിട്ടും അല്ലെങ്കിൽ തർക്കങ്ങളിൽ നിന്നൊക്കെ വിമുക്തമായിട്ടുള്ള രീതിയിൽ കാണണം. കാര്യം ബന്ധങ്ങളിൽ ഒരു അകൽച്ച കാണപ്പെടുന്ന കാലയളവാണ്. കരാർ സംബന്ധമായ കാര്യങ്ങളിൽ നമ്മൾ ചില ഉദാസീനതകൾ കാണിച്ച് അതിൽ പാളിച്ചകൾ വരുത്താൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. വിദേശത്ത് തൊഴിലുമായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ്. പ്രണയ വിജയം, വിവാഹം തുടങ്ങിയവയൊക്കെ ഈ ഒരു കാലയളവിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ വാഹനം സ്വന്തമാക്കാനുള്ള യോഗമുണ്ട്. ചിട്ടി, ലോണ് അല്ലെങ്കിൽ മറ്റ് പലിശയ്ക്ക് പണം എടുക്കുക, അതിലൊക്കെ തിരിച്ചടവ് മുടങ്ങിപ്പോയേക്കാം. അതുകൊണ്ട് വളരെ ജാഗ്രത വേണം. തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ പതിയെ നമ്മളൊരു കടത്തിൻ്റെ വഴിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതും ശ്രദ്ധിക്കേണ്ടതാണ്.
നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കയ്യിൽ എത്തിച്ചേർന്നു എന്ന് പറയുന്ന തൊഴിൽ പോലും പെട്ടെന്നൊരു തടസ്സം ഉണ്ടായി വരും. വിനായക പ്രീതി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഗണപതിയെ വന്ദിച്ച് തന്നെ മുന്നോട്ട് പോകണം. പുതിയ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുന്നതാണ്. സർക്കാർ തലത്തിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്കും അങ്ങനെയുള്ള ചില സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട്. പഴകിയ അലർജി അസുഖങ്ങൾ കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ, അലർജി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒതുങ്ങി മാറി നിൽക്കുന്നത് നന്നായിരിക്കും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾ സ്വന്തം കഴിവിനെ കൂടുതൽ അഹങ്കരിച്ച് ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കണം. മാത്രമല്ല, മറ്റ് കലാ സാഹിത്യാദി കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നവർ അത്തരം മേഖലകളിലും കൂടെ തങ്ങളുടെ കഴിവിനെ പ്രയോജനപ്പെടുത്തണം. തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ ചില ഉയർച്ചകളൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ 2025 ഫലം എപ്രകാരമായിരിക്കും എന്നാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇതിൽ ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയിക്കാൻ ചില പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. സുബ്രഹ്മണ്യന് ഷഷ്ടി തോറും പാനകം എന്ന് പറയുന്ന വഴിപാട് 6 മാസം ചെയ്യുക. ദേവിക്ക് മാസ അവസാന ചൊവ്വാഴ്ചോറും കുങ്കുമ അർച്ചന കഴിപ്പിക്കുക. ഷൺമുഖ യന്ത്രം എന്നറിയപ്പെടുന്ന ഏലസ് തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക. അപ്പോൾ ഇത്രയാണ് പൊതുവിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. ഇവ ചെയ്യുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ, ഹരിചന്ദന മഠം. നമസ്തേ.